ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലും മുകളിലായിരിക്കണം നിങ്ങളുടെ ആത്മവിശ്വാസം, കോൺഫിഡൻസ് ലെവൽ. PSC എക്സാംസ്, പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ PSC എക്സാംസ് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ, ഉപകരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിലുള്ള വിശ്വാസം തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഭൂമിശാസ്ത്രമല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഭൂമിശാസ്ത്രം തന്നെ എടുത്ത് നോക്കുക. അപ്പം ലോകത്തിന്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം കണ്ണിപ്പെടാൻ പോലും ഇല്ല, ചെറിയൊരു പൊടി മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങൾ PSC എക്സാംസിന് വേണ്ടി ഇടുന്ന ഓരോ എഫേർട്ടും വളരെ ചെറുതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതൊക്കെ ഭാവിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇമ്പാക്ട് അത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കാം. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് ജോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്, ഭൂമിശാസ്ത്രം, ഡിഫിക്കൽട്ട് ആണെന്ന് പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡിഫിക്കൽട്ട് ആവുന്നത്? നമുക്ക് കേരള ജോഗ്രഫി ഉണ്ട്, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമുണ്ട്, ലോകത്തിന്റെ ഭൂമിശാസ്ത്രമുണ്ട്. ഇത്രയും വലിയ ടോപ്പിക്ക് പഠിച്ചാൽ ആകെപ്പാടെ കിട്ടുന്നത് വെറും 5 മാർക്കാണ്. ഹിസ്റ്ററി എടുക്കുക, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അത്രയും പഠിച്ചാൽ 10 മാർക്ക് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എക്കണോമിക്സ് ചെറിയൊരു സിലബസ് ആണെന്ന് തോന്നും, 5 മാർക്ക് കിട്ടും. കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സും കൂടെ 10 മാർക്കുണ്ട്. പക്ഷെ ഇവിടെ ജോഗ്രഫി ഇത്രയും വലിയ ഒരു ഏരിയ ആയിട്ടും 5 മാർക്കേ ഉള്ളൂ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ വാരി വലിച്ച് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. സെലക്റ്റീവ് ആയിട്ട് ഹോട്ട് ടോപ്പിക്സ് വെച്ച് തന്നെ പഠിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അത്തരത്തിലുള്ള ഹോട്ട് ടോപ്പിക്സ്, അതായത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പരമാവധി മാർക്ക് എങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ചാനലിൽ നിന്ന് ഈ PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ്, ഡെയിലി രാവിലെ തരുന്ന മോക്ക് ടെസ്റ്റ്, ഡിഗ്രി ലെവൽ എക്സാംസ് ലക്ഷ്യം വെക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. മാർക്ക് കുറച്ച് കുറയോ കൂടുകയോ ചെയ്തിട്ട് അത് സാരമില്ല, നിങ്ങൾ നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഹോട്ട് ടോപ്പിക്സ് എന്തൊക്കെയാണ് ജോഗ്രഫിയെ സംബന്ധിച്ച്? നമുക്ക് വേൾഡ് ജോഗ്രഫി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാര്യം വേൾഡ് ജോഗ്രഫിയാണ് നമ്മൾ അടുത്തറ. വേൾഡ് ജോഗ്രഫി പഠിച്ചിട്ട് വേണം ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാൻ. ഇതിന്റെ കൂടെ വേണം നമ്മൾ കേരള ജോഗ്രഫി പഠിക്കാൻ. ചാണക്യർ ഇന്ത്യൻ ജോഗ്രഫി പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പല ഏരിയാസിനും കണക്ഷൻ കിട്ടില്ല. ഫസ്റ്റ് നിങ്ങൾ വേൾഡ് ജോഗ്രഫി പഠിക്കുക. അറ്റ്മോസ്ഫിയർ ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നാണ് അല്ലെ. അറ്റ്മോസ്ഫിയറിന്റെ പാളികൾ, ലെയറുകൾ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഇത് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാനും പറ്റും, മാർക്ക് വന്ന് അത് സ്കോർ ചെയ്യാനും പറ്റും. അതുപോലെ ജോഗ്രഫിയുടെ ബേസിക്സ്, എന്താണ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് ലോഞ്ചിറ്റ്യൂഡ്, അതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, ഭൂമധ്യരേഖ എന്ത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ UPSCയിലും PSCയിലും ഏറ്റവും അധികം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെ. നോക്കിയിട്ട് പോവാം. ഓഷ്യാനോഗ്രഫി പഠിക്കുക, വിൻഡിന്റെ ഡയറക്ഷൻ, ട്രേഡ് വിൻഡുകൾ സ്പെഷ്യൽ ഫോക്കസ് എടുത്ത് പഠിക്കുക, പ്രഷർ ബെൽറ്റുകൾ പഠിക്കുക. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്, അത് ഇനിയും പ്രതീക്ഷിക്കാം. അതൊക്കെ ഇവിടെ നിന്നുള്ള ചോദ്യമാണ്. ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, ക്ലൈമറ്റോളജി, മാപ്പുകൾ, എർത്തിന്റെ സ്ട്രക്ചർ അല്ലെ, ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്നുള്ള സ്ട്രക്ചറൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ലിഥോസ്ഫിയർ എന്താണെന്ന് പഠിക്കണം, എസ്തനോസ്ഫിയർ എന്താണെന്ന് പഠിക്കണം. അത് +1 SCERT NCERT ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കവർ ചെയ്ത് കിട്ടും നമുക്ക്. അപ്പൊ നമ്മുടെ ക്ലാസ് നോട്ട്സ് ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളത് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അങ്ങോട്ട് പഠിച്ചാൽ മതി. റോക്സ്, ഐസോഹെലൈൻ എന്താണ്, സീസണൽ വിൻഡ്സ്, ലാൻഡ് ഫോംസ്, ലോക രാജ്യങ്ങളെ സംബന്ധിക്കുന്ന ഫാക്ടുകൾ, ജിയോളജിക്കൽ ടൈം സ്കെയിൽ, ഇത് പുതിയതായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ. ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും. വേൾഡ് ജോഗ്രഫി പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും കേരളയിലും നമുക്ക് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പഠനം മതിയാവും. ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇത്രയും ഏരിയാസ്, ഫിസിയോഗ്രഫി കൃത്യമായിട്ട് പഠിക്കണം. ഡിവിഷൻ ഓഫ് ഹിമാലയാസ്, അതായത് ഹിമാലയാസിന് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, അങ്ങനെ പല പല റേഞ്ചുകളുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയാസ് എന്താണ്, ലെസർ ഹിമാലയാസ് എന്താണ്, അത് കൃത്യമായിട്ടും പഠിക്കാം. ഇന്ത്യയുടെ ക്ലൈമറ്റ്, ഇത് മൺസൂണിനെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. സംസ്ഥാനങ്ങളും അതിന്റെ സ്വഭാവങ്ങളും ഫീച്ചേഴ്സും. സോയിൽസ്, ബ്ലാക്ക് സോയിൽ നമുക്ക് സ്ഥിരം ചോദ്യം വരുന്ന രീതിയാണ് ബ്ലാക്ക് സോയിൽ അല്ലെ. പിന്നെ ഇന്ത്യയിലെ നദികൾ, ഇന്ത്യൻ മൺസൂൺ, അത് ക്ലൈമറ്റോളജി പഠിക്കുമ്പോൾ മൺസൂൺ ഓൾമോസ്റ്റ് അത് കവേർഡ് ആയിക്കോളും. മൺസൂൺ പഠിക്കുമ്പോൾ സൗത്ത് ഈസ്റ്റും പഠിക്കുക, നോർത്ത് വെസ്റ്റ് മൺസൂണും പഠിക്കുക അല്ലെ. അതിന്റെ കൂടെ തന്നെ കേരള ജോഗ്രഫിയിൽ ഇത്രയും ടോപ്പിക്സ് നോക്കി പൊക്കോണം. ഇതിൽ ചൈൽഡ് സെക്സ് റേഷ്യോ നമുക്ക് ന്യൂസിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്.
കേരളത്തിൽ ഫീമെയിൽ ചൈൽഡ് സെക്സ് റേഷ്യോ കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ടോപ്പിക് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇതാണ് ജോഗ്രഫിയിൽ നിങ്ങൾ പഠിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി പഠിച്ച് തുടങ്ങാം. ഇടം വലം നോക്കണ്ട, അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം. സെൽഫ് സ്റ്റഡി നടന്ന ആൾക്കാർ അങ്ങനെ പഠിക്കുക. അതല്ല, നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ കോഴ്സിന് സഹായം വേണമെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ഈ ഹോട്ട് ടോപ്പിക്സ് കവർ ചെയ്യും, വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, പിന്നെ സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ട് നിങ്ങൾ എക്സാം ഹോളിലേക്ക് അയക്കുള്ളൂ. റിവിഷൻ ക്ലാസ്സുകൾ, തീവ്രമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളും ഈ ബാച്ചിന്റെ ഭാഗം തന്നെയാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ സഹിതം കിട്ടും. ഡെമോ ക്ലാസ് കണ്ടാൽ തന്നെ നല്ലൊരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഈ എക്സാംസിലൂടെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങാം. ഞാൻ എപ്പോഴും ഒരു വീഡിയോയുടെ അവസാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉറപ്പ് വാങ്ങിച്ചെടുക്കാറുണ്ട്. ജോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട് പഠിച്ചെടുക്കും എന്ന് കോൺഫിഡൻസ് ഉള്ള വിദ്യാർത്ഥികൾ ജിയോ എന്ന് കമന്റ് ചെയ്യുക. ജിയോ. ഓക്കെ, ഈ വീഡിയോ നിങ്ങളൊരു സുഹൃത്തിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.